ിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട സിസ്റ്ററോടും പ്രിയപ്പെട്ടവരുടെ നന്ദിയും സ്നേഹത്തെ അറിയിക്കുകയാണ്. ദൈവം EMF സിസ്റ്റേഴ്സ് മീറ്റിങ്ങിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2024 ഏപ്രിൽ 10 നിങ്ങളുടെ മധ്യ വചനവുമായി നിൽപ്പാൻ തക്കവണ്ണം കർത്താവിനെ ശക്തീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ദീർഘനാൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ മധ്യേ അല്ലെങ്കിൽ വീണ്ടും വചനവുമായി ഇരിപ്പാൻ തക്കവണ്ണം കർത്താവടിയുടെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കേട്ടതുപോലെ തന്നെ ഞാൻ പത്തനാപുരത്ത് അമ്പലരപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഷാരോൺ ചർച്ചിന്റെ ശുശ്രൂഷയിൽ ഞങ്ങൾ കുടുംബമായി ആയിരിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം ദാനമായി 2 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. മൂത്ത കുഞ്ഞിന് 5 വയസ്സ് പ്രായം, പെൺകുഞ്ഞാണ്. രണ്ടാമത്തെ കുഞ്ഞിന് ആൺകുഞ്ഞാണ്, 1.25 വയസ്സ് പ്രായം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക. കുഞ്ഞിപ്പോ ശാന്തമായി ഉറങ്ങുന്നു. ഇനിയുള്ള സമയങ്ങളിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നതിന് വേണ്ടി ഹല്ലേലൂയ എന്നോട് അരുളി ചെയ്യണമേ കർത്താവെ കേൾക്കാം എന്നുള്ളൊരു മനോഭാവത്തോടെ നാം ഇരിപ്പാൻ തയ്യാറാകുമെങ്കിൽ വാസ്തവമായി ദൈവാത്മാവ് ഇടപെടുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു പോകുന്ന വിഷയം മറ്റാർക്കും അറിയത്തില്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഓരോ ഞെരുക്കങ്ങളും ഭാരങ്ങളും ഒക്കെ അറിയുന്നുണ്ട്. ആ പിതാവിന്റെ പാദപീഠങ്ങളിൽ ഇന്ന് പകൽക്കാലമായിരിക്കുമ്പോൾ വാസ്തവമായ ഒരു ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുക. നമ്മൾ എവിടെയാകുന്നു എന്നതല്ല, എവിടെയായാലും ഇറങ്ങി വന്ന് നമ്മെ തൊടുന്ന ദൈവിക കര അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായി എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ദൈവത്തിന്റെ വചനം ജീവന് ചൈതന്യമുള്ളതായി ഇരുവായുത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവെക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. താങ്ക് യു സോ മച്ച്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, അല്പസമയം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, ജനം അങ്ങയുടേതാണ്, വചനം അങ്ങയുടേതാണ്, അടിയൻ അങ്ങയുടേതാണ് കർത്താവേ. ക്രൂശിന്റെ മറവിൽ മറഞ്ഞു നിന്ന് ശുശ്രൂഷിപ്പാൻ തക്കവട ഇന്ന് പകൽക്കാല സ്വർഗമേ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ള കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആരാധനയിൽ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ടുവല്ലോ കർത്താവ്. വചനത്തിന്റെ ശുശ്രൂഷയുടെ നടുവിലും ദൈവകരം കൂടിയിരിക്കുമാറാകണമെന്ന് ചില വ്യക്തികളോട് മാറ്റമില്ലാത്ത ദൈവത്തെ ശബ്ദം ഇന്ന് വരെ പകൽക്കാലം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മീറ്റിങ്ങിനകത്ത് കയറിയത് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വിടുതലായി അനുഗ്രഹമായി എന്ന് പറയത്തക്കവണ്ണം പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കാതിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ വലിയൊരു മറുപടിയുടെ കർത്താവേ കരം വെളിപ്പെട്ട് വരുന്നത് കാണുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടൊന്ന് പരിശുദ്ധാത്മാവ് സഹായിക്കും, കൃപയിൽ മറയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിന്റെ ശക്തി എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് എനിക്ക് മെസ്സേജിന് കൈമാറുന്നതിന് മുമ്പേ പ്രിയ ദൈവദാസി അതിനെക്കുറിച്ച് അല്പമായി തൊട്ട് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിംഗ് വിളിച്ചു പറഞ്ഞ സമയത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്ന നിയോഗം അനുസരിച്ച് വചനത്തിന്റെ ശക്തിയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം അടിയൻ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. വചനത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. അത് വെറുതെ പറയുന്നതല്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കടന്നുപോയ വിഷയങ്ങളുടെ നടുവിൽ, നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങളുടെ നടുവിൽ വചനം നമ്മെ ബലപ്പെടുത്തി ശക്തിയോടെ നടത്തിയത് നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു തെളിവ് തന്നെയാണ്. ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തി ഉള്ളത് കൊണ്ട് മാത്രമാണെന്നേ ഇതുവരെ ഈ ഭൂമി നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. നമ്മെ കൊണ്ട് കഴിയാത്ത വിഷയങ്ങള്, നമ്മെ കൊണ്ട് മുമ്പോട്ട് പരിഹരിച്ചു പോകുവാൻ കഴിയാത്ത വിഷയങ്ങള് ഇനി എങ്ങനെ ആയി തീരും എന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവില ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് വചനം ചെല്ലേണ്ടടുത്ത് ചെന്ന അതിന്റെ ക്രിയ ചെയ്യാതെ അത് മടങ്ങി വരികയില്ല. ഈ ദിവസങ്ങൾ നിങ്ങളെ അലട്ടുന്നതായ, ഭാരപ്പെടുത്തുന്നതായ, ഹല്ലേലൂയ, മുമ്പോട്ട് വിടാതെ വണ്ണം ആയിരിക്കുന്ന മേഖലകളുടെ നടുവില എത്ര കടുപ്പമേറിയ വിഷയമായാല് അതിന്റെ അകത്തളങ്ങളിൽ വചനം ചെന്ന് തൊട്ടാൽ ചില ദൈവ പ്രവർത്തികൾ നമ്മുടെ കൂടാരത്തിന്റെ
അകത്തളങ്ങൾ വെളിപ്പെടുക തന്നെ ചെയ്യുക. വചനത്തിന് കഴിയാത്തതായി ഒരു കാര്യവുമില്ല. നമ്മുടെ ആശ്രയ, നമ്മുടെ ജീവിതം ഒക്കെ ഈ വചന വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ വചനത്തിന് തിരിച്ച് നമുക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ കഴിയുമെന്ന്. അല്ലെങ്കിൽ വചനം ദൈവിക ശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവത്താൽ എഴുതപ്പെട്ട ഒന്നാണ് വചനം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ജീവിതത്തിനകത്ത് മാറ്റി നിർത്തുവാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ദൈവവചനവും, രണ്ട് പ്രാർത്ഥനയോ. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് അവൻ മുന്നോട്ട് പോകണമെങ്കിൽ ശരിയായ വചനവോ ശരിയായ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ വിജയത്തിലെത്തുവാൻ തക്കവണ്ണം ഇടയായി തീരുക. നമ്മൾ എത്ര പരാജിതരെന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിനകത്തളങ്ങളിലേക്ക് വിജയത്തിന്റെ ചുവട്ടുപടികൾ കയറണമെങ്കിൽ വചനം നമുക്ക് അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ്. ഈ വചനം നമ്മോട് സംസാരിക്കുന്ന ഒരു വചനമാണ്. നമ്മളൊരു ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ നമ്മോട് ഇടപെടുന്ന ഒന്നാണ് വചനം എന്ന് പറയുന്നത്. നമ്മുടെ ചില കഷ്ടതയേറിയ അനുഭവങ്ങള്, വേദനയേറിയ അനുഭവങ്ങള് ആർക്കും മാനുഷിക വാക്കുകൾ കൊണ്ട് ബലപ്പെടുത്തി ആശ്വസിച്ച് നിർത്തുവാൻ കഴിയാത്ത മേഖലയായാല് അതിന്റെ അകത്തളങ്ങളില് വചനം നമ്മെ ബലത്തോടെ നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരുക. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അകത്തളങ്ങളില് അല്ലെങ്കിൽ പഴക്കവും പുതുമയും ഉള്ളത് വചനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വർഷങ്ങൾ പഴക്കമുള്ളതാണ് നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന വേദപുസ്തകം എങ്കിൽ തന്നെയോ ഹല്ലേലൂയ അതിന്റെ അകത്തളങ്ങളില് ഓരോ ദിവസവും പുതുക്കമുള്ളതാക്കി നമ്മെ നിർത്തുന്ന ഒന്നാണ്. അങ്ങനെയെങ്കിൽ വചനത്തിന്റെ ശക്തിയാൽ എന്തൊക്കെ സാധ്യമായി തീരുക. ഒന്നാമതായി നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒന്നാ ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിൽ അസാധ്യമായി കിടക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാലോ അല്ലെങ്കിൽ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത മേഖലകളുടെ നടുവിലാണോ ഇന്ന് പകൽക്കാലം ഈ ദൈവിക സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്? ആത്മാവിൽ ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ, നിന്റെ മുമ്പിൽ അസാധ്യമായ വിഷയമായിരിക്കാം, അതിന്റെ നടുവിൽ സാധ്യതയുടെ കരവുമായി ചലിക്കുന്ന വചനത്തിന്റെ ശക്തിയുണ്ടെന്ന്. നമുക്ക് ചെന്നെത്തുവാൻ കഴിയാത്ത മേഖലക്കകത്തളങ്ങളില്, നമുക്ക് ചെന്ന് പരിഹരിക്കുവാൻ കഴിയാത്ത മേഖലകൾക്കകത്തളങ്ങളില് ഈ ദിവസങ്ങളില് വചനത്തിന്റെ ശക്തി ചെന്ന് ചില പ്രവൃത്തിയുമായി മടങ്ങി വരിക തന്നെ ചെയ്യുക. അസാധ്യമായ വിഷയമാകട്ടെ, ഒരിക്കലും നടക്കത്തില്ല എന്ന മാനുഷികമായ ചിന്തയില് നാം ചിന്തിച്ചിട്ടിരിക്കുന്ന വിഷയമാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദാസിമാരെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഈ ദിവസങ്ങളില് നിന്നെ വല്ലാതെ അലക്കുന്ന, ഒരിക്കലും നടക്കത്തില്ല അല്ലെങ്കിൽ ഇനി മധുരമാകത്തില്ല എന്ന് പറഞ്ഞ് ജീവിതത്തെ സ്വയം പഴിച്ച് ജീവിക്കുകയാണെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയുന്ന ഒറ്റ സന്ദേശം ഇതേ ഉള്ളൂ: നിനക്ക് അസാധ്യമായ കാര്യമാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ വചനത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതിശയവും അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുക തന്നെ ചെയ്യും. എന്ന് പറയുന്ന രാശിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളില് ഭാരമേറിയ ചില വിഷയങ്ങളുടെ അകത്തളങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വയ്ക്കണമെന്ന് അറിയാതെ വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുമ്പോ പ്രിയ മകളോട് പരിശുദ്ധാത്മാവിൽ ആലോചന കൈമാറട്ടെ. നീ ഇന്നത്തെ വിഷയത്തെ ഓർത്ത് ഭാരപ്പെടണ്ട. നാളെ നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുന്നത് നിന്റെ പ്രാർത്ഥനകളുടെ കണ്ണുനീരിന്റെ ഫലമായിരിക്കുക. അന്തൽക്കന വൈഷമന റികൽക്കന വൈഡ റികസ്യ റികതനഘടകസ്യ അപ്പൽ പ്രൗഢ വാരകക്ഷമനഘടകസ്യ. മുമ്പോട്ട് പോകുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ചില മേഖലക്കകത്തളങ്ങളില് ദൈവാത്മാവ് പറയുകയാ, വരുന്ന ദിവസങ്ങൾക്കുള്ളില് റമശമന് ഈ മാസം അവസാനിക്കുന്നതിന് മുന്നേ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവില് പരിപൂർണമായ ഒരു വിടുതൽ ഉണ്ട് എന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അപ്പൊ വചനത്തിന്റെ ശക്തി എന്തൊക്കെ ചെയ്യും? ഒന്ന്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒന്നാ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നമുക്ക് കഴിയത്തില്ല, നമ്മൾ ഇതോടുകൂടെ നിർത്തി മതി, ഹല്ലേലൂയ, ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നുവോ അവിടം തൊട്ട് ദൈവം തന്റെ പ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാ. നമ്മുടെ മാനുഷികമായ ചിന്തയില് നമ്മൾ പരിമിതികൾ ഇടുമ്പോൾ പരിമിതിയില്ലാതെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കര നമുക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുകയാണെന്ന് ഇന്ന് പകൽക്കാലം
പകൽക്കാലം വളരെ വേദനയോടെ ഭാരത്തോടെ എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്ന് ഓർത്ത ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന ചില സഹോദരിമാർ ഇതിനകത്തുണ്ട്, ചില മാതാക്കൾ ഇതിനകത്തുണ്ട്. ദൈവമേ, എന്റെ കണ്ണടയുന്നതിന് മുമ്പ് എനിക്ക് എന്റെ തലമുറകളുടെ നന്മ കാണുവാൻ കഴിയുമോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ കഴിയുമോ എന്ന ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്ന ഈ വേളയിൽ ദൈവാത്മാവിന് പറയുവാൻ ഒന്നേ ഉള്ളൂ. വചനത്തിന്റെ ശക്തിയാൽ നിന്റെ കുടുംബത്തിനകത്ത് അസാധ്യമായി കിടക്കുന്ന വിഷയങ്ങൾ സാധ്യമായി തീരാൻ പോകുകയാ. നിസി ഡാനിയേൽ എന്ന് പറയുന്ന പ്രിയവാത്സല്യ അമ്മമ്മയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ദാസ്യ, നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും നടക്കാതിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവാത്മാവ് പറയുകയാ, വിശ്വസിക്കാൻ മാത്രം ചെയ്. അതിശയവും അത്ഭുതകരമായ ചില വിടുതലുകൾ നിന്റെ ഭവനത്തിനകത്ത് ഈ ദിവസങ്ങൾ വെളിപ്പെടുക. അന്തൽക്കല വൈഡവനക ശന്തനാറുകൽക്കല എല്ലിയാവുതന്റെ ബാലിക്കാരനോട് പോയി നോക്കുവാൻ പറഞ്ഞു. 6 പ്രാവശ്യം പോയിട്ടും ഒന്നും കണ്ടില്ല. എന്നാൽ മാതാവ് 7-ാം പ്രാവശ്യം ചെന്നപ്പോ കൈപോലൊരു മേഘം പൊങ്ങുവാൻ ഇടയായി തീർന്നു. ഇതുവരെയും ഒരു സാധ്യതയും കാണുന്നില്ല. വളരെ ഭാരമേറിയ വിഷയമാണ്. ദൈവമേ, ഹല്ലേലൂയ, എനിക്കിത് ജീവനോടിരുന്ന് കാണുവാൻ കഴിയുമോ? എന്റെ തലമുറകളുടെ വാഗ്ദത്തങ്ങൾ എനിക്ക് നേടുവാൻ കഴിയുമോ എന്ന മാതാവേ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുമോ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാ. നീ പതറിപ്പോകേണ്ട, നീ വ്യാകുലപ്പെട്ടു പോകേണ്ട. ഈ ദിവസങ്ങൾ മുന്നിൽ അസാധ്യമാണെങ്കിൽ എന്റെ കരമയച്ച് ഞാൻ ഈ ദിവസങ്ങൾ ചില കാര്യങ്ങൾ നന്മയ്ക്കായി ചെയ്യുമെന്ന് ആത്മാവിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുകയാ. ഞാൻ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് മാറി നിൽക്കുന്ന ഒരു ദൈവമല്ല. ചുടകമ റമനഘടക ശാന്തൽക്കന വൈഡമനകസ്യ റകൽക്കല ഉടകമനഘടകസ്യ. അല്ലെങ്കിൽ അധികാലത്തുള്ള നിന്റെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കോ ഈ ദിവസങ്ങളിൽ മറുപടി ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഷമൽ പ്രൗഢവ അർക്കസ്യ റമനഘടക പ്രൗഢമനഘടകസ്യ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറപ്പാൻ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. എത്ര പ്രയാസകരമായി മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലായാലും വചനത്തിന്റെ ശക്തിയാൽ അത് ഓപ്പൺ ആകുക തന്നെ ചെയ്യും. പ്രിയദാസി പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പാറയെ തകർക്കുന്ന ഒരു ചുറ്റികയായിട്ടാ വചനത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, പാറ എന്ന് പറയുന്നത് വളരെ കടുപ്പമേറിയ കഠിനമേറിയ ഒരു വസ്തുവാണ്. അതിനെ തകർക്കുവാൻ തക്കവണ്ണ ആവശ്യമായ ഒരു ആയുധമാ ചുറ്റിക എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിന്റെ മുമ്പിൽ കടുപ്പമേറിയ വിഷയ, അല്ലെങ്കിൽ ഭാരമേറിയ വിഷയ, മറ്റുള്ള ഒന്നിനും തകർക്കാൻ കഴിയാത്ത വിഷയ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, വചനത്തിന്റെ ശക്തിയാ ആ വിഷയത്തിന്റെ നടുവിൽ വാതിൽ തുറക്കാൻ പോകുകയാണ്. അർക്കമ റമനഘടകസ്യ സിമി മാത്യു എന്ന് പറയുന്ന അദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ലംഷേ റമനഘടകസ്യ. കടുപ്പമേറിയ വിഷയമാ, മുമ്പോട്ട് പോകുവാൻ കഴിയുന്നില്ല. എന്നാൽ എല്ലാ പ്രാർത്ഥനയിലോ എല്ലാ വചനത്തിന്റെ മുമ്പിലോ അല്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ആ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്നതാ. എന്റെ ഹല്ലേലൂയ വാത്സല്യ ദാസിയെ ആത്മാവിൽ ആലോചന കൈമാറുന്ന കഴിഞ്ഞ 22 വർഷമായി ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഒന്നു മാറി കടന്നു വരുന്ന പ്രയാസങ്ങളും വേദനകളോ ഇതിനെയൊക്കെ എങ്ങനെ തരണം ചെയ്യുമെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ നിന്നതല്ല, ദൈവം പലയിടത്തും നിർത്തിയതാണ്. അർക്ക മനഘടക ശബ്ദൽക്കന വൈഡമനകസ്യ റമാരകൽക്കല. ഇന്ന് ആയിരിക്കുന്ന മേഖലയിൽ ജീവിതത്തിനകത്ത് നിന്ന് ഹല്ലേലൂയ അനുഭവത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എത്തിച്ചേരുമെന്ന് വിചാരിച്ചതല്ല, ദൈവം നിന്നെ എത്തിച്ചേർത്തതാ. ചുടാ മനഘടക ശബ്ദൽക്കന വൈഡമനകസ്യ. ഹല്ലേലൂയ. അനേക വിഷയങ്ങളുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതിയിട്ടുണ്ട്. അന്തൽക്കന വൈഡ പ്രൗഢന റികൽക്കല. സകലവും നിനക്ക് എതിരായി നിന്ന സ്ഥാനത്ത് ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞ ചില അനുഭവങ്ങൾ ഓർക്കുന്നുണ്ടോ? അർമാരകമനക ശബ്ദൽക്കന വൈഡ റമാരകൽക്കല വൈഡമനകസ്യ. എന്നാൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഈ നാളുകളിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ ആരോടും പറയുവാൻ കഴിയുന്നില്ല. ഒറ്റയ്ക്ക് ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദാസിയെ നിന്റെ ജീവിതം മുന്നോട്ട് നയിക്കുക. എന്നാൽ ദൈവാത്മാവ് പറയാ, നിന്റെ കണ്ണുനീരിന് മറുപടിയായി മനെ റവനഘടക ശബ്ദൽക്കന വൈഡവ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആകയാൽ ഈ ദിവസങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. കാറ്റ് ശക്തമായി അടിച്ചെന്ന് പറഞ്ഞാല്, കോളിളക്കം സൃഷ്ടിക്കുന്ന നിലവാരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചെന്ന് പറഞ്ഞാല്, നിന്റെ പടകിനകത്ത് നാഥൻ ഉള്ളത് കൊണ്ട് നിനക്കും നിന്റെ കുടുംബത്തിന് ദോഷകരമായി ഒന്നും വരത്തില്ല.
ശിവന റിബലകരക ശംദൽക്കന വൈഡമനകസിയ. കടുപ്പമേറിയ വിഷയത്തിന്റെ അകത്തളങ്ങളില ഞാൻ എന്റെ കരം അനുകൂലമായി ചലിപ്പിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ക്ഷമാ റകൽക്കന വൈഡമനകസിയ അർത്ഥം പ്രൗഢമനഘടക ശതുരേ ജപാനകൽക്കന ഉടിക്കമനം പ്രൗഢന ആജകൽക്കന വൈഷമന ഘടകസ്യ റമാനകൽക്കല. വചനത്തിന്റെ ശക്തിയാൽ ചിലത് സാധ്യമായി തീരുമെന്ന്. നിന്നെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിൽ വചനത്തിന് ചിലതൊക്കെ ചെയ്യുവാൻ കഴിയുക. അസാധ്യമായി കിടക്കുന്ന വിഷയങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുക. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മെ ധൈര്യപ്പെടുത്തുവാനോ ആശ്വാസപ്പെടുത്തുവാനോ ആരും അരികെ കാണത്തില്ല. എന്നാൽ നമ്മൾ അപ്പോൾ തുറക്കുന്ന വേദപുസ്തക വാക്യത്തിൽ നിന്നായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മോട് ഹൃദയമായി ഇടപെടുന്നത്. നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങൾ എല്ലാവരോടും പറയുവാൻ കഴിയത്തില്ല. പക്ഷെ ആ വിഷയങ്ങളുടെ അകത്തളങ്ങളിലും നമുക്ക് വേണ്ടി ചലിക്കുന്ന വചനമുണ്ടെന്നേ. എന്റെ മകൾ ക്ഷീണിതയാണ്, അവൾ ഭാരത്തോടെ ഇരിക്കുകയാണ്, അവൾ വേദനയോടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ എന്റെ മകൻ തകർന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനെ ആശ്വസിപ്പിക്കണമെങ്കിൽ എന്റെ വചനം ചിലത് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നേ. അങ്ങനെയുള്ള എത്രയോ അനുഭവങ്ങൾ എന്നെക്കാൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് പറയുവാനുണ്ടെന്നേ. വചനം ഹല്ലേലൂയ ഒരു ശക്തി തന്നെയാണെന്ന്. അതിന് മുമ്പിൽ ഹല്ലേലൂയ തകരാത്ത മതിലുകളില്ല, അതിന്റെ മുമ്പിൽ ഉടയാത്തതൊന്നുമില്ല, അതിന്റെ മുമ്പിൽ മാറാത്തതൊന്നുമില്ല. നമ്മെ ശക്തീകരിക്കുന്ന ഒരു വചനമുണ്ടെന്ന്, നമ്മെ ബലപ്പെടുത്തുന്ന ഒരു വചനമുണ്ടെന്ന്. നിന്റെ മുമ്പിൽ നാളുകളായി അടയപ്പെട്ടില്ലേ? പ്രാർത്ഥിച്ചിട്ടും മടുത്തില്ലേ? അല്ലെങ്കിൽ ഇനി ഞാൻ എന്തിനീ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഇന്ന് പകൽക്കാലം ചിന്തിച്ചതിനകത്തിരിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ ആത്മാവിൽ വിളിച്ചു പറയുകയാ. നിന്റെ ജീവിതത്തെ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ചില വാതിലുകൾ സ്വതവേ തുറക്കാൻ പോകുകയാ. സ്വതവേ നമ്മുടെ മുമ്പിൽ നാളുകളായി അടയപ്പെട്ട വാതിലുകൾ സ്വതവേ തുറക്കാൻ പോകുകയാ. ലിൻസി മോൾ എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അന്തർകരാജകരെ അബ്ദൽക്കല വൈഷമന ഘടകസ്യ ഉടക്കമന റീബൽക്കല വൈഷമന ഘടകസ്യ അർക്കോ മനഘടക ശാന്തൽക്കല വൈഡവ. തുറക്കാതെ കിടക്കുന്ന ഒരു വാതിലിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്ന ഒരു അനുഭവം ദൈവാത്മാവെന്നെ കാണിക്കുന്നു. എല്ലാം അസാധ്യമായി കിടക്കുന്ന ഒരു മേഖല. എന്നാൽ ദൈവാത്മാ പറയാ, മാതാവേ കണ്ണുനീരിന് ഫലമുണ്ട്, നിന്റെ നെടുവീർപ്പിന് വിടുതലുണ്ട്. ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവില തക്ക സമയത്ത് ഞാൻ എന്റെ വഴി തുറക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഷാബാറ സിഖമാനമാരകൽക്കല അന്തർക്കര ജുഡബാറവൽക്കല വൈഷമന ഘടകക്ഷാറവൽക്കല വൈഡമനകസിയ. ആനി തോമസ് എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അംശേ റഗമന ഘടകസ്യാറവൽക്കല അന്തേ റഗൽക്കല. ഈ വചന ശബ്ദം ശ്രവിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടകമന ഘടക ശംദേ റിബൽക്കല വൈഡമനകസിയ അന്തേ റഗൽക്കല വൈഡാ റമന ഘടകം പ്രൗഢന ജഗൽക്കല. കഴിഞ്ഞ 38 വർഷം ജീവിതത്തിന്റെ അകത്തളങ്ങളില് പലവിധമായ പ്രയാസങ്ങളും വേദനകളും ഒക്കെ സഹിച്ചുള്ള യാത്ര. അടക റബൽക്കന വൈഷമന ഘടക ചുരാ റബൽക്കല വൈഡവന. പ്രതികൂലമായ അനുഭവങ്ങൾ പലതും, കൂടെ നിൽക്കേണ്ടവർ മാറി നിന്ന മേഖലകൾ, മുമ്പോട്ട് ഓടുവാൻ കഴിയാതെ നിന്നുപോയ ചില അനുഭവങ്ങൾ. വൈഡം പ്രൗഢനക ശംദനെ റികൽക്കല വസിക്കമന. ആഴത്തിലോട്ട് താഴ്ന്നു പോകുന്നു എന്ന് വിചാരിച്ച സമയത്ത് വലം കരത്തിന് പിടിച്ച് നിർത്തിയ ഒരു സ്നേഹം. അതാ ദാസിയെ നിന്നെ ഇതുവരെ നിർത്തുന്നത്. ശമനഘടകം പ്രൗഢമനഘടക ശതുരാ ജഗൽക്കല വൈഡം പ്രൗഢന ജിഗം പ്രൗഢന ഗച്ഛസ്യാറവൽക്കല. എന്നാൽ ആത്മാവിൽ ഇന്ന് പകൽക്കാലം ആലോചന കൈമാറുന്നു. ക്ഷേരം പ്രൗഢ രക്ഷേരം മൽക്കനം വൈഡസീർ കോമനെ രാജകൽക്കലം വൈഡമന സിയാറവനഘടകക്ഷ്യ വൈഡമനഗതരഘടകസ്യ റമനഘടക ശബ്ദൽക്കന വൈഡവ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന 2 വിഷയങ്ങളെ ദൈവാത്മാവ് കാണിക്കും. അതിങ്കൽ വൈഡാ റമനഘടകസ്യ വൻ കാര്യം
ദിവസങ്ങളിലെ പ്രവൃത്തി പദത്തിൽ എത്തുമെന്ന ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഷാറസ്യ ലമാറകൾ കല ചൂടാ മനഘടകം പ്രൗഢേ റവൽക്കനം വൈഷമനഘടകസ്യ അച്ചുരാ റകൽക്കലം വൈഷേ മനഘടകം പ്രൗഢം പ്രൗഢരാ ജീവൽ പ്രൗഢമനകസ്യ റഗതുരഘടകശ്യാരഭ അച്ചുരാ റവൽക്കന ഗിഫ്റ്റി ബിന്നി എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. അപനഘടകം പ്രൗഢന ജബൽക്കനം വൈഷമനകസ്യ റസികമന റിഗൽക്കലം വൈഡമനക ശാരഘടക തുരാജകൽക്കലം വൈഡവസ്യാർ. ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഇനി എങ്ങനെ ചലിക്കും? പ്രാർത്ഥിച്ചിട്ടും വിഷയത്തിന് ഒരു ചലനവും കാണുന്നില്ല. ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ചലിക്കാതെ കിടക്കുന്ന ചില വിഷയം. ആത്മാവിൽ തന്റെ ദാസിയോട് ആലോചന കൈമാറുകയാണ്. ചൂടാ മനഘടക ശക്തി പ്രൗഢമനക സ്യാറകമനഘടക. നിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം സ്വർഗം കേട്ടു കഴിഞ്ഞു. ചുടകം പ്രൗഢമന റികൽക്കന വൈദം. വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെയാ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. വല്ലാതെ നിരാശപ്പെടുത്തി കളയുന്ന മേഖല. ജീവിതത്തിനകത്തൊരർത്ഥമില്ലാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചുയരുവാൻ കഴിയുന്നില്ല. ക്ഷമാറകൽക്കല. എന്നാൽ ആത്മാവിൽ ആലോചന തന്നെ ദാസിയോട് കൈമാറും. ചില അനർത്ഥങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിച്ച വിധങ്ങൾ. ക്ഷാവാസിയ റകൽക്കന വൈഡമന ക്ഷാരവത്തുരകടക സിഖമനഘടക ക്ഷാരവൽക്കന വൈഡവ. ജീവിതം അസ്തമിക്കേണ്ട അനുഭവങ്ങളായിരുന്നു 2021. എന്നാൽ ദൈവം അതിന്റെ നടുവിൽ നിർത്തിയിരിക്കുകയാണ്. പലരും വിധി എഴുതി ക്ഷാമൽക്കനം വൈഷമനക മുമ്പോട്ട് പോകത്തില്ല. പക്ഷെ ദൈവാത്മാവ് ആലോചന കൈമാറുക. വൈഡമനഘടകസ്ഥ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്തളങ്ങളില് ചില ചലനങ്ങൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ്. റീബൽക്കന വൈഡമനക ശബ്ദേ റികൽക്കല വൈഡവ. ചലിക്കാതെ കിടക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദാസിയെ ശരീരാത്മ ദേഹിയെ പോലും പലപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്ന ഈ അനുഭവങ്ങൾ. അർക്കമാ റവനഘടക ശാലഘടകം പ്രൗഢന ജഗൽക്കല വൈഡവ. ഈ ദിവസങ്ങളിൽ ഞാൻ എന്റെ പ്രവൃത്തിയെ അയക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ വാതിലുകളെ തുറക്കുവാൻ വചനത്തിന് കഴിയുക. നമ്മുടെ മുമ്പിൽ പ്രയാസകരമേറിയ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഏതുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ആത്മീയമായി നമുക്ക് മുന്നേറുവാൻ കഴിയാത്ത വാതിലുകളായിരിക്കാം, അല്ലെങ്കിൽ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് തുറക്കാത്ത വാതിലുകളായിരിക്കാം. ഏത് തന്നെ ആയാലും പത്രോസിന്റെ ജീവിതം എന്ന് എടുത്തു നോക്കിയേ. പത്രോസ് ഹല്ലേലൂയ തനിക്ക് അടുത്ത ദിവസം മരണഭയമാ, എന്നാൽ അത് തന്നെ ഏൽക്കാതവണ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന ഒരു അനുഭവ. എന്നാൽ ദൂതൻ ഇറങ്ങേണ്ട മേഖലക്കകത്ത് ഇറങ്ങിയപ്പോ അവർ 1-ാം കാവല് 2-ാം കാവല് കഴിഞ്ഞോ, അല്ലെങ്കിൽ പട്ടണത്തിലേക്കുള്ള പ്രധാന വാതിക്കൽ എത്തിയപ്പോ ആ ഇരുമ്പ് വാതിൽ അവർക്ക് സ്വതവേ തുറക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിസ്സാരമായ ഒരു വ്യക്തിയോടല്ല, കേവലം ഒരു മനുഷ്യനോടല്ല പ്രാർത്ഥിക്കുന്നത്. ഈ വചനം എന്ന് പറയുന്ന മാനുഷികമായി എഴുതപ്പെട്ട ഒന്നല്ല. അല്ലെങ്കിൽ ഈ മനുഷ്യനെ കൊണ്ട് കൈരങ്ങൾ ചലിപ്പിച്ചുവെങ്കിൽ അതിന്റെ പിന്നിൽ ചലിച്ച വൻകരമുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ അടയപ്പെട്ട വാതിലുകളെ നോക്കി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ജീവിതം തീർന്നു. അടുത്ത പ്രഭാതം പത്രോസിന്റെ മരണവാർത്ത കേൾക്കുമെന്നുള്ള ഭയത്തോടെ ഭീതിയോടെ ചുറ്റുമുള്ളവർ ആയിരിക്കുന്നതിന്റെ നടുവില് അന്തേ റബൽക്കല വൈഷമനഘടകസ്യ ഇതാ പത്രോസിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ചില പ്രവൃത്തികൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്ലെങ്കിൽ പട്ടണത്തിന്റെ ഇരുമ്പുവാതിൽ ആരെ കൊണ്ട് കഴിയത്തില്ല. വളരെ പ്രയാസകരമേറിയ വിഷയം. എന്നാൽ തുറക്കേണ്ടവന്റെ മുമ്പിൽ വാതിൽ തുറപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന നിന്റെ മുമ്പേ, ആരാധിക്കുന്ന നിന്റെ മുമ്പേ, എന്റെ പ്രിയ അല്ലെങ്കിൽ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം ധ്യാനിക്കുന്ന നിങ്ങളുടെ മുമ്പില് ഈ ദിവസങ്ങളിൽ തുറക്കേണ്ട സമയത്ത് വാതിൽ തുറക്കും.
അറമ റബൽക്കല വൈഷമനഘടകസ്യ. പലപ്പോഴും നമ്മൾ ചിന്തിച്ച് വച്ചിരിക്കുന്നതാണ് ഹല്ലേലൂയ തക്ക സമയം ഇപ്പൊ തുറക്കും. പക്ഷെ ദൈവത്തിന് അതിൻ്റെതായ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മുടെ മുമ്പിൽ എത്ര അടയപ്പെട്ട വിഷയമായാല് അത് തുറന്നു വരിക തന്നെ ചെയ്യുക. ഷേബ ഡെന്നീസ് എന്ന് പറയുന്ന വാത്സല്യദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. റീമ ഹദ്ദൽ കല ജുഡ മനഘടക ശന്തൽ കന വൈഡമനഘടകസ്യ. അടയപ്പെട്ട വാതിലുകളെ ഓർത്തി ഇനി ഭാരപ്പെടണ്ട. തുറക്കപ്പെടാൻ പോകുന്ന ചില പ്രവൃത്തികൾ കണ്ട് നീ സ്തുതിച്ചു തുടങ്ങാം. അന്തൽക്കന വൈഷമാറകൽക്കന വൈഡമനാദികൽക്കന വൈഡമനകസ്യാറകൽക്കന വൈഡവ. എന്റെ വിഷയത്തിന്റെ ഏകത്തളങ്ങളിൽ എപ്പോൾ മറുപടി ലഭിക്കുമെന്ന് വെമ്പലോടെ കാത്തിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാ ചുട മനഘടക ശബ്ദൽക്കന വൈഡ പ്രൗഢമനകസ്യ. ആത്മാവിൽ ആലോചന കൈമാറുന്നു. അന്തേ റകൽക്കന ശത്രു നിന്റെ ശരീരത്തെ തൊട്ടെന്ന് പറഞ്ഞാൽ നിന്റെ പ്രാണനെ തൊടാൻ അവൻ അനുവദിക്കത്തില്ല. ചുട മനഘടക വലക്കടക ക്ഷാരകൽക്കന വൈഡവ. പലപ്പോഴും ശത്രുവായവൻ നിന്റെ ശരീരത്തെ ഹല്ലേലൂയ അവകാശം പറഞ്ഞു എങ്കിൽ തന്നെ ഹല്ലേലൂയ നിന്റെ പ്രാണന് ദോഷമായി വരാതവണ്ണം നിലനിർത്തിയത് എന്റെ കൃപയൊന്നു മാത്രമാ. അടകം പ്രൗഢമനഘടക ശാന്തൽക്കന വൈഡമനകസ്യ റമാരകൽക്കല. ജീവിതത്തിന്റെ അകത്തളങ്ങളില ഒറ്റപ്പെട്ടുപോയി, തകർന്നുപോയി, നിരാശയിലായിപ്പോയി. എന്നാൽ ദൈവാത്മ പറയുക തീർന്നില്ല. ദൈവം ചിലത് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്നു എന്ന് ആത്മാവ് ആലോചന കൈമാറും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തളങ്ങളില് ഈ ദിവസങ്ങളില് ദൈവപ്രവൃത്തി ഉണ്ടെന്ന് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ശ്യാമനഘടക ചുടാറബൽക്കനം തുരികാലകൽക്കനം ക്ഷാരക്കടകം അർക്കംപാരം വൈഷമനഘടകസ്യ. ദാസിയെ ഹല്ലേലൂയ ഹൃദയത്തിനകത്ത് പലപ്പോഴും ഭാരമുണ്ടെങ്കിലും ബലപ്പെട്ട് വരാറുണ്ട്. ചുടകമന റികൽക്കലം വചനത്തിന്റെ ശക്തിയാൽ ബലപ്പെടാറുണ്ട്. ദൈവാത്മാവ് പറയാ ആ ബലത്തോടെ തന്നെ മുമ്പോട്ട് പോകും. റീബൽക്കന വൈഡമന വഴിയരികിൽ ഇരിക്കുന്നതൊന്നും ദോഷമായി തീരാതെ വണ്ണം നിന്റെ ക്രിസ്തീയ യാത്രയ്ക്ക് വേണ്ടിയ സമയത്ത് തുറന്നു നൽകി മാനിക്കുമെന്ന് ആത്മാവിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുകയാണ്. ഷാബൽക്കല വൈഡമനകസ്യ. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ജീവൻ നൽകുന്നതാ വചനം എന്ന് പറയുന്നത്. ജീവൻ നൽകുന്ന വചനം. വചനത്തിന്റെ ശക്തിക്ക് നമുക്ക് ജീവൻ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. നമ്മൾ തീർന്നു ഹല്ലേലൂയ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുന്ന വചന. നിന്റെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയൊക്കെ ചില ക്ഷീണങ്ങൾ പറ്റിയിട്ടില്ലേ, ഹല്ലേലൂയ ദൈവാത്മ പറയാ ഒരു പുതിയ ജീവൻ പകർന്ന് മുമ്പോട്ട് ഓടേണ്ട കൃപ നൽകാൻ പോകുകയാ. ചില പുതിയ ജീവന്റെ തുടിപ്പുകൾ ഇന്ന് പകൽക്കാലം ദൈവം ചില കുടുംബങ്ങൾക്ക് അകത്തളങ്ങളിലാ. ഹല്ലേലൂയ നിങ്ങൾ വെറുതെ വചനം കേട്ടിരിക്കരുതേ. ഹല്ലേലൂയ ആത്മാവിൽ ബലപ്പെട്ടോളാം. അന്തർക്കന വൈഡമനഘടകസ്യ. ആരോടാ ദൂത്? എങ്ങനെയാ? അങ്ങനെയല്ല. ഹല്ലേലൂയ വചനത്തിൽ ബലപ്പെടണ. അന്തർക്കര ശാനകൽക്കല വൈഡമനകക്ഷേ റകൽക്കന വൈഡമനകസ്യ. നിനക്ക് ജീവനില്ലാത്തൊരു അനുഭവമാണ്. അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കിയാൽ ജീവനുണ്ട്, എന്നാൽ അകത്തളങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങൾക്കും ഒരു ജീവനില്ലാത്ത അനുഭവമാണോ? ആത്മീയമായി ജീവിച്ചു ഉയരുവാൻ കഴിയാത്ത അനുഭവമാണോ? പരിശുദ്ധാത്മാ പറയാ ബലപ്പെടണം. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. ജുഡാ മനഘടകസ്യ. ഈ ദിവസങ്ങളില് പരിശുദ്ധാത്മാവിന് നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹമുണ്ട്. നിന്റെ പ്രായം ദൈവത്തിനൊരു വിഷയമല്ല. നിന്റെ അവസ്ഥ ദൈവത്തിനൊരു വിഷയമല്ല. നീ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദൈവത്തിനൊരു വിഷയമല്ല. അന്തോ റമനഘടകം പ്രൗഢ ലഭക്ഷ മാറകൽക്കന അത്തസ്തി മാറകൾ കനവയുടെ മനക ശമ്പൽക്കന. പ്രിയ ഫേമസിസ്റ്റോട് ആത്മാവിൽ ആലോചന കൈമാറണം. എന്റെ വാത്സല്യ ദാസിയെ റീമ റമധരം രാജകൽക്കന വൈഷമനഘടകസ്യ. ആത്മാവിൽ ദിവസങ്ങൾ ബലപ്പെട്ടു വരണം. അർക്ക മനഘടകം പ്രൗഢകൽക്കല വൈഡമനഘടകൽക്കല അദ്ദുൽക്കന വൈഡവലക ശബ്ദകൽക്കല. കാറ്റും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു മഴയുടെ കോളും കാണത്തില്ല. പക്ഷെ താഴ്വരയിൽ കുഴിവുകൾ വെട്ടുവാൻ തയ്യാറാകുമെങ്കിൽ നീ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ ആ കുഴികൾ നിറയാൻ പോകുകയാ. എന്റെ വാത്സല്യദാസി ദൈവാത്മാ വീണ്ടും ആലോചന കൈമാറുന്നു. ജീവിതത്തിന്റെ അകത്തളങ്ങളില് ഇരമ്യ പ്രവാചകനെ വേർതിരിച്ചതുപോലെ നിന്നെ വേർതിരിക്കപ്പെട്ടവളാ. അർക്ക മനഘടകം പ്രൗഢമനകശി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തുമെന്ന് ജീവിതത്തിന്റെ അകത്തളങ്ങൾ ചിന്തിച്ചതല്ല.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് കൊണ്ടുവന്നത്. ലീമൽക്കന വൈഡവ. ഈ ദിവസങ്ങൾ ദൈവസനിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾ സ്വന്തം വിഷയമല്ല, മറ്റു പല വിഷയങ്ങൾക്ക് വേണ്ടി ദിവസങ്ങൾ വല്ലാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവാത്മാവ് പറയുകയാ, ലേവി ഗോത്രത്തിന്റെ വടിമേൽ അഹരോൻ എന്ന് എഴുതേണം. ഷാറവൽക്കനം വൈഡമനക ശന്തൽക്കന വൈഡവ. എന്നിട്ടത് ദൈവ സന്നിധിയിൽ കൊണ്ട് വയ്ക്കണം. മത്സരികൾക്ക് ഹല്ലേലൂയ മുമ്പിൽ ഒരു അടയാളമായി അഹരോന്റെ വടി മാറണം. ജൂഡാ റമനഘടകശിയ. പിറ്റേന്നാൾ ചെന്ന് നോക്കിയപ്പോൾ അഹരോന്റെ വടി തളിർത്തു, പൂത്തു, ബദാം ഫലം കായ്പാണ്ടൊക്കെ വണ്ണം ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ഹല്ലേലൂയ ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഈ ദിവസങ്ങളില് ഒരു തളിർപ്പില്ലാത്ത മേഖലയ്ക്കകത്തളങ്ങളില് ദൈവത്താൽ ചില തളിർപ്പുകൾ ഈ ദിവസങ്ങൾ ഉണ്ടാകുമെന്ന്, പ്രാർത്ഥനയുടെ മറുപടി വാതിക്കൽ വെളിപ്പെടുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ശാല പ്രൗഢമനകക്ഷിയ അന്തർക്കര വൈഡമനകനകസ്യ റകൽക്കല വൈഡവ. 6 വർഷമായി ജീവിതത്തിന്റെ അകത്തളങ്ങളില് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് ഇതുവരെ മറുപടി കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ആത്മാവിൽ വിളിച്ചു പറയട്ടെ, വരുന്ന ചില നാളുകൾ കഴിയുമ്പോ ഉടകമന അധികം നാളുകൾ നീണ്ടുപോകാതെ നിന്റെ പ്രാർത്ഥനയുടെ ഫലം നിന്റെ കരങ്ങളിൽ ലഭിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ലീമ റമനഘടകസ്യ. അനേകരെ ശക്തീകരിക്കുക, അനേകരെ ബലത്തോടെ നിർത്തുക, അനേകർ തകർന്ന് കിടക്കുന്ന ഇടത്ത് നിന്ന് അവരെ കരം പിടിച്ചു ഉയർത്തുവാനാ ഞാൻ നിന്നെ ആക്കി വച്ചിരിക്കുന്നത്. ചുടാലമനഘടകസ്യ അർക്കമനഘട. പലപ്പോഴും പറയാറുണ്ട്, ഒരു മോശയെ പോലെ എനിക്കൊരു കഴിവില്ല, എനിക്കൊരു മിടുക്കില്ല എന്ന്. എന്നാൽ ദാസിയെ ദൈവാത്മാവ് പറയാ, എനിക്ക് നിന്നിലൂടെ ചിലത് ചെയ്യാനാണ്. ക്ഷമാ റബൽക്കല വൈഡമനകസ്യ തീരെ പ്രൗഢമനഘടകസ്യ. മറ്റുള്ളവരിലൂടെയല്ല, നിന്നിലൂടെ ചിലത് എനിക്ക് ചെയ്യാനാണ്. ഈ ദിവസങ്ങൾ ഞാൻ എന്റെ പ്രവൃത്തി ചെയ്ത് തുടങ്ങാൻ പോകുകയാ. റീബൽക്കന വൈഡമനഘടക ശാനകൽക്കല വൈഡ പ്രൗഢമനകസ്യ. അധികം ആരും അറിയുന്നില്ല. ദൈവാത്മാവ് പറയുക, പ്രാർത്ഥനയിൽ നീ പുതുക്കപ്പെട്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു കഴുകൻ പോലെ പറന്നുയരുന്നത് പോലെ നിന്നെ തളർത്തുന്ന വിഷയങ്ങളുടെ നടുവിൽ പറന്നുയരുവാൻ തക്കവണ്ണ, അതിനെ ജയമെടുക്കുവാൻ തക്കവണ്ണ ഈ ദിവസങ്ങൾ അത്യന്തമായ കൃപ പകരുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്ന തകർത്തുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളാ. അസ്ഥിമനഘടക ശബ്ദം പുറമെ ആരോടും പറയുന്നില്ല. അകത്തളങ്ങളിൽ ഭാരപ്പെടുന്ന ശാരീരികമായ ക്ഷീണങ്ങള്, ഋഷി മന റിബൽക്കല വൈഡമനകശിയ, മുന്നോട്ട് പോകുവാൻ കഴിയാത്ത മേഖലകള്, തലമുറകളുമായ വിഷയങ്ങളുടെ നടുവില് ചുടലബനഘടകസ്യ റബൽക്കന വൈഡവ, കഠിനമേറിയ ചില വിഷയങ്ങള്. എന്നാൽ ആത്മാവിൽ ആലോചന കൈമാറുകയാ, എന്റെ വചനം ഈ ദിവസങ്ങളിൽ ഞാൻ അയച്ച നിന്റെ മുമ്പിൽ പ്രയാസമായ വിഷയങ്ങളുടെ നടുവില തലമുറകൾക്ക് വേണ്ടി ജുഡാലബൽക്കന വൈഡമാ റബൽക്കല ലഭിക്കേണ്ട പേപ്പർ വർക്കുകൾ തക്ക സമയത്ത് ലഭിച്ച് ഞാൻ മാനിക്കുമെന്ന് ആത്മാവിൽ ഉറപ്പായും വാഗ്ദത്തം ചെയ്യുകയാണ്. ഷാറസ്യ ദീപാലകൽക്കന ഔക്ഷാമനഘടകം പ്രൗഢമനഘടകസ്യ അത്തൽക്കനം വൈഷേറമനഘടകക്ഷാരകൽക്കനം വൈഡമനകസ്യ. അപ്പൊ അസാധ്യമാകുന്ന വിഷയങ്ങളെ സാധ്യമാക്കുവാൻ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. വാതിലുകളെ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറപ്പാൻ തക്കവണ്ണം വചനത്തിന് ശക്തിയുണ്ട്. ജീവൻ നൽകുവാൻ. ഹല്ലേലൂയ. നീ പുറമേ നോക്കിയ ജീവനുണ്ട്, പക്ഷെ ആത്മീയത്തിൽ എവിടെയൊക്കെയോ നീ ക്ഷീണിച്ചിരിക്കുക. ദൈവാത്മാവ് പറയുക, ആ ക്ഷീണം മാറണം, നീ നവജീവൻ പ്രാപിക്കണം. ചുടലഭ ഹദരകട ഒരു പുതിയ ജീവൻ വ്യാപരിക്കണം. ചുടാ ലബൽക്കന വൈഷമനകസ്യ മുമ്പോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിരിക്കുന്ന മേഖലകൾ, ലാലി എന്ന് പറയുന്ന അദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറിട്ട് അന്തർക്കന വൈഡമനകസ്യ മുന്നോട്ട് ഓടുവാൻ ആഗ്രഹമുണ്ട്, മുന്നോട്ട് പ്രവർത്തിക്കുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ക്ഷീണിച്ച മേഖലകള്, ഇനി എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്ന അനുഭവങ്ങള് പ്രിയദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ഉടകമന കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിന്റെ വിടുതലുകള് ഈ ദിവസങ്ങൾ കണ്ണാലെ കാണാൻ പോകുകയാണ്. സകലതും തകർന്നു എന്ന് പറഞ്ഞ ഇടത്ത് നിന്ന് ആരംഭിച്ചതാ ജീവിതം. അരമാ റകൽക്കല വൈഷമനഘടകസ്യ
22-ാമത്തെ വയസ്സ് ദൈവാത്മാവനെ കാണിക്കുന്നു. ജീവിതത്തിന്റെ അകത്ത് തകർച്ചകൾ കയറി വന്നൊരു നിമിഷം. അമ്പൽ പ്രൗഢം ആരകൽക്കലം വൈഡമനകസ്യ. നോക്കി നിന്നവർ നോക്കി നിന്നതേ ഉള്ളൂ. പക്ഷേ ആ സീറോയിൽ നിന്ന് ആരംഭിച്ചതാ. നിന്റെ ജീവിതത്തിനകത്ത് ഇല്ലാത്തതിനെ ദൈവം ഹല്ലേലൂയ ഉളവാക്കി തന്നിട്ടുണ്ട്. അമ്പേ റമാറകൽക്കന വൈഷമ റവസ്യ റികൽക്കന വൈഡമ. എല്ലാ കാര്യങ്ങളും എല്ലാരോടും പറയാറുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ദൈവം മാത്രം. അത്യുരാ ജബൽക്കന വൈഡവ. ദൈവത്തോട് എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ജീവിതത്തിനകത്ത് വരുന്നതായ വിഷയങ്ങൾ ഹല്ലേലൂയ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് നിന്ന് കൃപ പ്രാപിച്ചെടുക്കുന്ന ഒരു അഭിക്ഷിപ്തദാസ്. അന്തർക്കന വൈഡമനകനകൽക്കല വൈഡവ. ഒരു ചിറക് ഒടിഞ്ഞു പോയതുപോലെ ജീവിതത്തിന്റെ അകത്തളങ്ങളില 14 വർഷമായി ഒരു വശം തകർന്നു പോയ അനുഭവം. അസ്ഥി റമനഘടകം പ്രൗഢമാ റികൽക്കല. ഒറ്റയ്ക്ക് പറന്നുയരുവാൻ ആഗ്രഹിച്ചിട്ട് പോലും നടക്കാത്ത പോയ അനുഭവങ്ങളാ. എന്നാൽ അവിടെയും ഹല്ലേലൂയ കരത്തിന് പിടിച്ച് നടത്തിയ എന്റെ ഹല്ലേലൂയ അത്ഭുതകരമേറിയ അനുഭവങ്ങൾ ഓർത്തു നോക്കിയ ദാസിയെ, ഇനിയും നിന്റെ പ്രാർത്ഥനയുടെ ഫലം ചിലത് കാണുവാനുണ്ട്. അക്ഷാറസികമാ ലമലഘടക ശംദൽക്കന വൈഡമനകസ്യ ദീപൽക്കല വൈഡവ. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവില് ഹല്ലേലൂയ പ്രാർത്ഥനയുടെ തക്ക സമയത്ത് വെളിപ്പെടേണ്ട കരം അനുകൂലമായി വെളിപ്പെടുമെന്ന് മാതാവേ ചിലത് കാണും, ചിലത് നീ കരങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പോകുക. ആ നിലവാരത്തിൽ ദൈവം ഈ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ശബന ചുടാമനഘടക ശതുരാ ജഗൽക്കല വൈഡമനകസ്യ. ജീവനില്ലാതെ കിടക്കുന്ന ഇടം നമുക്കറിയാം. എഗസ്കേൽ പ്രവാചകനോട് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയ്ക്കകത്തുകൂടെ കടത്തിവിട്ടിട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുക. ഹല്ലേലൂയ പ്രവാചകൻ പറയുന്നു, ഹല്ലേലൂയ അങ്ങ് അറിയുന്നു. എന്നാൽ അവിടെ ഒരു കാറ്റടിപ്പിച്ച് ഹല്ലേലൂയ ചിതറിക്കിടന്നതിനെ ഹല്ലേലൂയ മരിച്ചു മൺമറഞ്ഞു അസ്ഥികൾ മാത്രം നിറഞ്ഞു കിടക്കുക. ഹല്ലേലൂയ ഒരു അസ്ഥിയുടെ മറ്റ് അവശിഷ്ടങ്ങൾ അപ്പുറത്ത് വശത്തായിരിക്കുക, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ ചേരേണ്ടത് തമ്മിലെ ചേർന്നോളൂ. ചുടലമന ദീപൽ പ്രൗഢമനക ദിലഘടകക്ഷിയ. നിന്റെ വിഷയങ്ങൾ ചെതറിക്കിടന്നെന്ന് പറഞ്ഞാല് വചനത്തിന്റെ ശക്തി ചെന്നാൽ അത് ഹല്ലേലൂയ ഏകമായി നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരാ. അല്ലെങ്കിൽ നമ്മെ കൊണ്ട് കൂട്ടുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ചിതറിക്കിടക്കുന്ന ബന്ധങ്ങളാകട്ടെ, ചിതറിക്കിടക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളാകട്ടെ, ചിതറിക്കിടക്കുന്ന മേഖലകളാകട്ടെ, ആത്മാവിൽ വിളിച്ചു പറയുകയാ, ചിതറിക്കിടക്കുന്നതായാല് വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടാൽ അത് ചേരേണ്ടത് മാത്രമേ ചേരത്തുള്ളൂ. ചുടലമന റമനഘടക ശാരപ്രൗഢ അന്തർക്കാരം വൈഡമന റികൽക്കല വൈഡമ. ചേരാത്ത ഭാഗങ്ങൾ ചേരത്തില്ല, ചേരേണ്ടത് വചനത്താൽ ചേരുവാൻ തക്കവണ്ണം ഇടയായിത്തീരാ. നിന്റെ ഹല്ലേലൂയ സഹോദര ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണോ? ഹല്ലേലൂയ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണോ? പരിശുദ്ധാത്മാവിനെ വ്യക്തമായി കാണിക്കുന്നു. ഇതിന്റെ അകത്തളങ്ങളില് ഹല്ലേലൂയ മാതാവുമായി സംസാരിച്ചിട്ട്, മക്കളുമായി സംസാരിച്ചിട്ട് പഴക്കങ്ങൾ ചെന്ന വിഷയം പുറത്തു പറയുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവാത്മാവ് പറയാ, ചിതറിക്കിടക്കുന്നതിന്റെ വിഷയങ്ങളുടെ അകത്തളങ്ങളില ചൂടാ മനരകമനഘടക ശംദൽക്കല വൈഡ ഋവനഘടകശ്യ അർക്കമനഘടക ശംദൽക്കന വൈഡേ ഋകൽക്കനം വൈഷ ഋവാനകസ്യ. അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന നിന്റെ വിഷയങ്ങളുടെ നടുവില് ഈ ദിവസങ്ങൾ ഞാൻ എന്റെ പ്രവൃത്തി അയക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ശിവ രഹസ്യകമന ചൂടാമനമനമൗഷ റിബലബലബൗഡ റിഗമനഘടകസ്യ ഹല്ലേലൂയ ഉടമന ജുഡാ റമനഘടകസ്യ ജെസ്സി ജൂനിയർ അതുനാ റഗൽക്കല വൈഡവ. ഡിവേഴ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ജീവിതത്തിന്റെ അകത്തളങ്ങൾ, ചില ചിതറിക്കിടക്കുന്ന മേഖലയ്ക്ക് അകത്തളങ്ങളില ദൈവിക ശക്തി പകർന്ന് ഈ ദിവസങ്ങളില് പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ചെയ്തെടുക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. അസാധ്യമെന്ന് കരുതുന്നതായ വിഷയങ്ങൾ നടുവിൽ കുടുംബമേ ഈ ദിവസങ്ങൾ ഞാൻ എന്റെ കരം വെളിപ്പെടുത്തുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഷാരാമാന ഉഡാഖാമ ലൗഷേലമ അംദൽക്കന വൈഡമനകസ്യ. മീര ജോൺ എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ജുഡകമന ഘടക പ്രൗഢവ ജുഡാറബൽക്കന വൈഡവ. ഈ വിശ്വാസത്തിൽ നിന്ന് നിന്നെ പുറകിലോട്ട് വലിക്കുവാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല.
അത്രമാത്രം രുചിച്ചറിഞ്ഞതാ. ശബന റിഗൽക്കന വൈഡവ. എല്ലാവരും മാറിപ്പോയ സ്ഥാനത്തും ജീവിതത്തിന്റെ അകത്തളങ്ങളില് തേടി വന്ന യഹോവയുടെ കരം. അസ്തം പ്രൗഢമേ റിഗൽക്കനം വൈഷാമനേ റബൽക്കനം വൈഷേ റസിക്കമാ ലംഷേ റഗസിക്കമോ റമോലോ റിഗൽക്കനം ദുരഘടകസ്. പല പല വിഷയങ്ങൾ ജീവിതത്തിന്റെ അകത്തളങ്ങളില് കടന്നു വന്നു. ഇതിനെയൊക്കെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് തന്നെ ചിന്തിച്ച മേഖലകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആത്മാവിൽ ആലോചന കൈമാറുകയാ. അവിടെ നിന്നെല്ലാം തരണം ചെയ്ത് ഇതുവരെ എത്തിയെങ്കിൽ ഇനിയും ജയത്തോടെ പരാജയപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങളുടെ അകത്തളങ്ങൾ ഈ ദിവസങ്ങളിൽ തക്ക സമയത്ത് ജയം വെളിപ്പെട്ടു വന്ന കുടുംബത്തെ മാനിക്കുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുകയാണ്. ലീബ സജി അതുന റബനഘടക ശബ്ദൽക്കന വൈഡമനക അർക്കസ്യ റബൽക്കന വൈഡമനക ശബ്ദുരാ ജഗൽക്കന വൈഡമ. എലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന മതിയ ഹോവേ എന്ന് പറഞ്ഞ അവിടം കൊണ്ടങ്ങ് തീരുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. അതുപോലെ ഈ ദിവസങ്ങളില് കടന്നു പോകുന്ന വിഷയങ്ങളുടെ നടുവിൽ തകർത്ത് കളയുവാനോ ഉടച്ചു കളയുവാനോ അല്ല, പണിതെടുത്ത് ചില കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങളില് പരിശുദ്ധാത്മാവ് ഇടയാക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാണ്. ഷിരാ റസിക്കമ ലംഷേ റഗൽക്കല വൈഡമനക ശതുരാ ജഗൽക്കന വൈഡവ അർക്കമനഘടക ശതുരേ റഗൽക്കല. ടൈറ്റസ് ഡേവിഡ് എന്ന് പറയുന്ന ഡിവേഴ്സ് എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അർക്കമാ റബനഘടക ശതുരാ ജഗൽക്കല വൈഡവ. കുടുംബത്തോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. പഴക്കമേറിയ വിഷയമായാൽ അതിനെ പുതുമയോടെ കരങ്ങളിൽ തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ജീവിതത്തിന്റെ അകത്തളങ്ങളില് ഒരു പുകയത്ത് വെച്ച തുരുത്തി പോലെ ആയിരിക്കുന്ന മേഖലകൾ. എന്നാൽ ദൈവാത്മാവ് പറയാ, തക്ക സമയമാകുമ്പോൾ ചില പ്രത്യേക പ്രവൃത്തികൾക്ക് വേണ്ടി ഞാൻ നിന്റെ കുടുംബത്തെ ഉപയോഗിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറും. ഷാറബ ലഗൽക്കന അർക്കസ്യ റമനഘടകം പ്രൗഢേ റബൽക്കനം വൈഷമ റകസ്യ റവാ റഗൽക്കല വൈഷമനഘടകസ്യ അത്തൊരു പ്രൗഢമനക ശബ്ദൽക്കനം വൈഡവ. അപ്പൊ ജീവൻ നൽകുന്നതാണ് ദൈവ വചനത്തിന് ശക്തിയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വായിച്ചത് പ്രകാരമാണ് ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി. അപ്പൊ ജീവൻ മാത്രമല്ല നൽകി തരുന്ന, നമുക്കൊരു ചൈതന്യം കൂടെ നൽകി തരിക. ഹല്ലേലൂയ. ചൈതന്യം നൽകുന്നതാ. നമ്മുടെ മുഖത്തിന്റെ ശോഭ കുറഞ്ഞിരിക്കുകയാണോ, നമ്മുടെ ജീവിത ഭാരങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയാത്ത മേഖലകളാണോ, പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയട്ടെ, നിന്നെ ചൈതന്യമുള്ളവനാക്കുവാൻ, നിന്നെ ചൈതന്യമുള്ളവളാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന് കഴിയും. വചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മളൊരു നിസാരം ഒരു പുസ്തകം എന്ന പോലെ കാണരുത്. അതിനെ പല പ്രിയപ്പെട്ടവരും കാണുന്നത് ഹല്ലേലൂയ ഒരു മതഗ്രന്ഥം എന്ന്, ക്രിസ്ത്യാനികളുടെ ഒരു മതഗ്രന്ഥമായിട്ടാണ് കാണുന്നത്. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട് കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈനംദിനം ഭക്ഷിച്ച് ആരാധിക്കേണ്ട ഒന്നാണ്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഭൗതിക ശരീരത്തെ നോക്കുന്നത് പോലെ ഹല്ലേലൂയ അതിന് തക്ക സമയത്ത് ആഹാരവും വെള്ളവും നൽകി പരിപോഷിക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ മനുഷ്യരെ ഹല്ലേലൂയ തക്ക സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്ത് പരിപോഷിച്ചാൽ മാത്രമേ അത് ജീവനുള്ളതായി എന്നും നിലനിൽക്കത്തുള്ളൂ. ഈ വചനം നമ്മൾ ഭക്ഷിച്ച് ആരാധിക്കേണ്ട ഒരു കാര്യമാ. ഈ വചനം കേവല പേപ്പറുകൾക്ക് അകത്തളങ്ങളുടെ മഷി കൊണ്ട് എഴുതിയ വാക്കുകൾ മാത്രമല്ല, നമ്മോട് ഇടപെടുന്ന വചനമാ, നമ്മോട് ഹൃദ്യമായി ഇടപെടുന്ന വചനമാ. നമ്മുടെ പൂർവികരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് ഈ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് നടക്കുന്നതില് ഒരു ഹല്ലേലൂയ നാണക്കേടുമില്ലായിരുന്നു, അവർക്കതൊരു അപമാനമല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇത് നെഞ്ചോട് ചേർത്ത് വെക്കുവാനോ ഇത് കൊണ്ടു നടക്കുവാനോ മടിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നല്ല കാലത്ത് നീ ഇത് ചുമന്നാൽ നിനക്കൊരു അനർത്ഥം വരുമ്പോൾ ഇത് നിന്നെ ചുമപ്പാണ്ടക്കവണ്ണം ഇടയായി. നല്ല കാലത്ത് ഇതിന് നീ വില കൊടുക്കാതിരുന്നാൽ ഒരു കാലത്ത് നീ വില കൊടുക്കേണ്ടതായിട്ടും വരും.
വചനം വെറുതെ ഇരിക്കുന്ന ഒന്നല്ല, ചലിക്കുന്ന ഒന്നാ. ചിലതിനെയൊക്കെ ചലിപ്പിക്കുന്ന ഒന്നാ. ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ നിനക്ക് സ്വയം ചലിക്കുവാൻ കഴിയുന്നില്ലേ? വിഷയങ്ങളുടെ നടുവിൽ ചലിച്ചുയരുവാൻ കഴിയുന്നില്ലേ? വചനത്താൽ ബലപ്പെടുവാൻ തയ്യാറാകുമെങ്കിൽ ലില്ലിക്കുട്ടി ആന്റി പരിശുദ്ധാത്മാവിനാൽ ആലോചന കൈമാറുന്നു. ജീവിതത്തിനകത്ത് ചലിച്ചു മുന്നേറുവാൻ കഴിയാത്ത പോലെയുള്ള അനുഭവങ്ങളാ. പരിശുദ്ധാത്മാവ് പറയുക, ചുടാ ലബൽക്കല വൈഡവ. ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം കാത്തിരുന്നത്. ചില വിഷയങ്ങളുടെ നടുവില് ഒരു കാത്തിരിപ്പ, ചില നാളുകളായി തുടങ്ങിയ കാത്തിരിപ്പ, ഇതുവരെയും മറുപടി കാണാൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും ഓർക്കുമ്പോൾ കരയുന്നുണ്ട്. ദൈവം മറന്നിട്ടില്ല മാതാവ്. ചുടലബലഘട അസ്തന പ്രൗഢമനകഷ്യ, ദൈവം മറന്നു കളഞ്ഞു. ലിമാറകൽക്കന വൈഡവ, വിശ്വാസത്തിനു വേണ്ടി ഓടിയ കാലം. എന്നാൽ ഇന്ന് ചിലത് പറയുവാൻ മാത്രമേ കഴിയുന്നുള്ളൂ. ദൈവാത്മാവ് പറയുക, വചനത്തിൽ ആശ്രയമായതുകൊണ്ട് റബൽക്കന വൈഡമന, മറ്റെന്ത് കാര്യം ചെയ്താലും ചെയ്തില്ലെങ്കിലും വിഷയമല്ല. പക്ഷെ വചനം വായിക്കുന്നതിൽ കാണിക്കുന്ന ആ ദാഹം, മാതാവേ, നിന്റെ ജീവിതത്തിനകത്ത് അസ്ഥിക്ക് തണുപ്പായും വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ചുടലബല ഹസ്തല റിവൽക്കന വൈഡമനക ശബ്ദൽക്കന വൈഡപ്രൗഢമ. ആശയ്ക്ക് വിരോധമായി അബ്രഹാം കാത്തിരുന്നു, ആ വാഗ്ദത്തം പ്രാപിച്ചു. അതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയില് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്തളങ്ങളില് വാഗ്ദത്തം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാണ്. ഷാറസ്യ റബൽക്കന വൈഡവ, സൂസൻ രഞ്ജിത്ത് അർക്കമന ശമന റിബൽക്കന വൈഡവ. പ്രിയദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഷാറബനഘടകസ്, ആത്മാവിൽ ചിലത് പൊരുതുവാനുണ്ട്. ഷാലസ്യ ലേബൽക്കൻ ചുടിവ ലബന റിഖവ റസിക്കമന ഘടകശ്യ. കഴിഞ്ഞ നാളുകളിൽ ഓടിയത്, പക്ഷെ ഇപ്പോൾ കഴിയുന്നില്ല. എവിടെയൊക്കെ ക്ഷീണം സംഭവിച്ചു. പ്രാർത്ഥിച്ച് ഒരു വിഷയം കിട്ടിയാൽ അതിന്റെ നടുവിൽ പ്രാർത്ഥിച്ച് അതിന് ജയം കണ്ടിട്ട് എഴുന്നേക്കാറുള്ളവരും, പക്ഷെ ഇന്ന് കഴിയുന്നില്ല. ദൈവാത്മ പറയാ, ശക്തിപ്പെട്ടോണം. ചുടലമന ഹദരഘടകസ്യ റീബൽക്കന വൈഡമനാർവനഘടകസ്യ തുരാറകൽക്കല. ആഹാബിന്റെ കൊട്ടാരത്തെ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കെരീത്ത് കൊണ്ട് തോടുകൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. സാരെ ഭാത്ത് കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. ഒരു കമ്മയിലോട്ട് നിനക്ക് വേണ്ടി ചുടാ ലബൽക്കല. ദൈവം ആരെന്ന് വെളിപ്പെടേണ്ട സമയമായിരിക്കുന്നു. വിഷയങ്ങളുടെ നടുവിൽ ഈ ദിവസങ്ങളില്, ജാതികളുടെ നടുവിൽ ദൈവം ആരെന്ന് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് തെളിയിക്കുമെന്ന് ആത്മാവിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുകയാ. അമ്മൻ കരംവൈഡ വരഘടകഷ്യ, ഇരുവായി തലയുള്ള വാള്. ഓ, എന്റെ വചനം ഉഷാമ റസ മനെ റിബൽക്കല വൈഡവ, അതതിന്റെ പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ദാസിയെ ഉടമന റീബൽക്കല വൈഡവ. മൗനമായി ഇരിക്കേണ്ട മേഖലയ്ക്കകത്ത് നീ മൗനമായി ഇരുന്നത് കൊണ്ട് ഞാൻ എന്റെ പ്രവൃത്തിയെ നിന്റെ ഹല്ലേലൂയ ചോദ്യമാക്കിയവരുടെ നടുവില് ഉത്തരമാക്കി വെളിപ്പെടുത്തുമെന്ന് ആത്മാവിൽ ഉറപ്പായി വാഗ്ദത്തം ചെയ്യുകയാ. ഹല്ലേലൂയ. ഇരുവായി തലയുള്ള വാള ദൈവവചനം എന്ന് പറയുന്നത്. ആ ഹല്ലേലൂയ വചനത്തിന് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ കഴിയും. നിന്റെ പ്രശ്നങ്ങളുടെ നടുവില് പരിഹാരം ഈ വചനത്തിന് നൽകാൻ കഴിയും. അല്ലെ, പലപ്പോഴും നമ്മൾ മാനുഷികമായ രീതിയിൽ ചിന്തിക്കും, എന്റെ പ്രശ്നം ആരെ കൊണ്ട് പരിഹരിക്കാൻ കഴിയത്തില്ല. പക്ഷേ പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവത്തെ, വിളിച്ചവനെ കാണുവാൻ കഴിയുമെങ്കിൽ നിന്റെ പ്രശ്നം നിസ്സാരമാ. ജോളി പൊന്നൂസ് എന്ന് പറയുന്ന പ്രിയദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. മാതാവേ, ഹല്ലേലൂയ, വിഷയങ്ങളെ പലപ്പോഴും വലുതായി കാണാത്തത് കൊണ്ട് ഇന്നും നിൽക്കാനിടയായത്. ചുറ്റും നിന്നവരെല്ലാം പറഞ്ഞു, ഇനി ഈ വിഷയം വച്ചുകൊണ്ടിരിക്കണ്ട. എന്നാൽ വചനത്തിൽ ആശ്രയമായതുകൊണ്ട് നീ അതിന്റെ നടുവിലെല്ലാം മറുപടി കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട്. എന്നാൽ ദൈവാത്മാവ് തന്റെ ദാസിയോട് ഇത് പകൽക്കാലം ആലോചനയായി കൈമാറും. നിൽക്കുന്ന ഇടത്തു നിന്ന്
ഷാറസ്യ റഗൽക്കല. പത്രോസ് അല്പം ഒന്ന് പടക് മാറ്റിയപ്പോൾ അതുവരെ കാണാത്തൊരു മീൻകൂട്ടം കണ്ടതുപോലെ രാത്രി മുഴുവനും അധ്വാനിച്ചതാ, പക്ഷെ ഒന്നും ലഭിച്ചില്ല. എന്നാൽ നിന്ന ഇടത്ത് നിന്ന് അല്പം ഒന്ന് പടക് മാറ്റിയപ്പോ പരിശുദ്ധാത്മാവ് പറയുക, ആത്മാവിൽ ഇന്ന് പകൽക്കാലം ചലിക്കാനൊന്ന് തയ്യാറാകുമെങ്കിൽ കിരീടര ധരാധര ജന്തര ജീബല ധിരത ഋകൽക്കല ചലിച്ചുകൊണ്ടിരുന്നതാ, പക്ഷെ ഇപ്പൊ ചലിക്കാൻ കഴിയുന്നില്ല. ആത്മാവിൽ ആലോചന ദാസിയോട് വൈമാറുകയാ, എന്റെ വാത്സല്യ മാതാവേ, ഇപ്പോൾ ആയിരിക്കുന്ന വിഷയങ്ങളെ നോക്കി അവിടെ അങ്ങ് നിന്നു പോകാതെ അവിടെ നിന്ന് അല്പം ഒന്ന് നീങ്ങാൻ തയ്യാറാകുമെങ്കിൽ റീമാ റമന ഇതുവരെ കാണാത്ത ചില ദൈവിക വിടുതലുകളാ നിന്റെ പടകിനകത്ത് ഭവനത്തിനകത്ത് കാണുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ജീവനില്ലാതെ കിടക്കുന്ന വിഷയങ്ങള്, ശൂന്യമായി കിടക്കുന്ന ചിലത് ദൈവാത്മാവിനെ കാണിക്കുന്നു. ഭവനത്തിനകത്ത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് വലിയ ശൂന്യത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മാതാവെന്ന നിലയിൽ നീ വളരെ വേദനയോടെ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുകയാ, ആ വിഷയത്തിന്റെ നടുവിൽ അധ്വാനിക്കുന്നുണ്ടെങ്കിലോ കരങ്ങളിൽ ഒന്നുമില്ല, ശൂന്യമായി കൊണ്ടിരിക്കുന്ന മേഖലയാ. മാതാവ് അല്പം ഒന്ന് നീങ്ങി ഒന്ന് ആഴത്തിലോട്ട് വലയെറിയുവാൻ ഒരുക്കമാണെങ്കിൽ ഇതുവരെ കാണാത്തത് നിന്റെ കുടുംബം മാത്രമല്ല, നിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ മാത്രമല്ല, ചിലർക്ക് കൂടെ നൽകുവാൻ തക്കവണ്ണം ഞാൻ കരങ്ങളിൽ നൽകുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാ. ശാലാവാല ചൂടാമാന ഹത്തസ്കേര ഉടകമനാഥ വൈഷമനാഥ അർക്കാമനഘടകക്ഷേരകഥം ഹിരഘടകക്ഷാർകൽക്കനാഥ. അല്ലെങ്കിൽ ആത്മീയ മനുഷ്യനെ ഉണർത്തുവാൻ തക്കവണ്ണം വചനത്തിന് കഴിയുമെന്ന് ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തി വെളിച്ചത്ത് കൊണ്ടുവരുവാൻ വചനത്തിന്റെ ശക്തിക്ക് കഴിയും. നിന്റെ വിഷയങ്ങൾ ഇരുട്ടിൽ കിടക്കുകയാണോ? ദൈവാത്മാവിനെ വിളിച്ചു പറയുകയാ, അത് മറനീക്കി വെളിച്ചത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണം വചനത്തിന് ശക്തിയുണ്ട്. അസ്ഥി മന റബന ദീപൽ കന വൈഡമ. ഇരുട്ടത്ത് മറഞ്ഞു കിടക്കുന്ന ഒന്നിനെ നമുക്ക് കാണണമെങ്കിൽ വ്യക്തമായ ഹല്ലേലൂയ ജുഡലബലഘടക ശബ്ദൽക്കന വൈഡമ അല്ലെ വെളിച്ചം ആവശ്യമാണ്. ആ വെളിച്ചം വെളിപ്പെട്ടാൽ ഇരുട്ട് മാറും, അവിടെ ദൈവിക പ്രവൃത്തി വെളിപ്പെടും. അങ്ങനെയെങ്കിൽ ചുടലമാറകൽക്കനം വൈഷമാറകസ്യ, ഈ ദിവസങ്ങളില് ഇരുട്ടത്ത് മറഞ്ഞിരിക്കുന്ന ചിലർ, ആൻസി ജിജി രാജസ്ഥാൻ എന്ന് പറയുന്ന ഡിവേഴ്സിലിരിക്കുന്നവരോട് ആത്മാവിൽ ആലോചന കൈമാറട്ടെ. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന ചിലർ ശംദൽക്കനം വൈഡമനകസ്യ വെളിച്ചത്ത് കൊണ്ടുവന്നു നിന്റെ ജീവിത അനുഭവത്തെ മാറ്റുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ക്രമീകരണമാക്കി എന്ന് ആത്മാവിൽ ഉറപ്പായും വാഗ്ദത്തം ചെയ്യുക. അക്സ ജിംസൺ അക്ഷമാ റഗൽക്കനം വൈഡമനകസ്യ, നാളുകളായി ട്രൈ ചെയ്തിട്ട് ലഭിക്കാതെ കിടക്കുന്ന ഒന്നിന് ദൈവം ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതിയോടെ കരങ്ങളിൽ തന്ന് മാനിക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുകയാണ്. ഷാറസി റിക്കോമന റമനഘടകശ്യ റമാറകൽത്തല പൈഷമനകസ്യ. ജയകുമാരി CA ഡിവേഴ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറും. അന്തൽക്കന വൈദ, പണ്ടുള്ളവയെ ഓർക്കുക, മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോകെ. ജീവിതത്തിന്റെ അകത്തളങ്ങളില് ഇനി അത് വെളിപ്പെട്ടു വരുമോ ഇല്ലയോ എന്ന് ഭാരത്തോടെ ആയിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിലാണ് ഞാൻ എന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറും. ക്ഷമാലകൽക്കനം വൈഡമനഘടകശാരവാരം ദീപൽ പ്രൗഢമനകസ്യ. മുമ്പോട്ട് പോകുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ചില മേഖലകളുടെ നടുവിൽ ഞാൻ എന്റെ പ്രവൃത്തി അയച്ചു മാനിക്കുമെന്ന് ദാസിയോട് പരിശുദ്ധാത്മാവിനാൽ ആലോചന കൈമാറുകയാണ്. ജഗൽക്കനം വൈഡമന ഷാരബാര ബാരബാല ചുടലാരബാര ബിജി ജോൺ എന്ന് പറയുന്ന ആ ഡിവേഴ്സിലായിരിക്കുന്ന ഹല്ലേലൂയ ദാസിയോട് ആത്മാവിൽ ആലോചന കൈമാറും.
ക്ഷമാറകൽക്കനം വൈഡവ. തലമുറകളെ ഓർത്തി ദിവസങ്ങൾ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പറയുക, നീ ഒന്നിനാലും ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുന്നു. ഞാൻ എന്റെ പ്രവൃത്തിയെ നിന്റെ തലമുറകളുടെ ഇടയിലേക്ക് അയച്ച റീബൽക്കന വൈഡവ ചിതറിക്കിടക്കുന്ന മേഖലകളെ ഒന്നാക്കി നിർത്തി, അല്ലെങ്കിൽ താഴ്വരയിൽ നിർത്തിയതുപോലെ ഞാൻ എന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുമെന്ന ആത്മാവിൽ ആലോചന കൈമാറുകയാ. ഷാറ മന ധീരാജരേ ധനഘടകഷിയ. അല്ലെങ്കിൽ നിന്നെ കൊണ്ട് പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയത്തിന് നടുവില ഞാൻ എന്റെ പ്രവൃത്തിയെ ചെയ്തെടുക്കുമെന്ന് ആത്മാവിൽ ആലോചന കൈമാറുന്നു. ക്ഷമന റഗല റിഗൽക്കന വൈഡവ. റൈച്ചൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഡിവേഴ്സിനിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവിൽ ആലോചന കൈമാറുന്നു. 3 വർഷമായി ജീവിതത്തിന്റെ അകത്തളങ്ങളില കടന്നു പോകുന്ന വിഷയത്തിന് നടുവില ഈ എന്റെ കരം തൊടേണ്ട മേഖലയെ തൊട്ട് ഈ ദിവസങ്ങളിൽ വൻ കാര്യം ചെയ്യുമെന്ന ആത്മാവിൽ ആലോചന കൈമാറും. ശബന റിഗബലഘടക ശത്രുരാജവൽക്കനം വൈഡമനകസ് റിഖബാറകൽക്കനം വൈഡവ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ കേൾപ്പാണ്ടൊക്കെ വേണം ഇടയായിട്ടുള്ള വചനത്തിന്റെ ശക്തിയാ. അല്ലെങ്കിൽ വചനത്തിന്റെ ശക്തിക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയും? അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുക. നമ്മെ സൗഖ്യമാക്കുന്ന ഒന്നാ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. നിന്റെ ശരീരത്തിന് ക്ഷീണമുണ്ടോ, രോഗമുണ്ടോ, അല്ലെങ്കിൽ മാനുഷികമായ ഡോക്ടേഴ്സിനെ കാണിച്ചോ, പല സ്കാനിങ്ങുകൾ ചെയ്തോ, എന്നിട്ട് ഒന്നും ഒരു വ്യത്യാസമില്ല, മെഡിസിനുകൾ ധാരാളം കഴിക്കുന്നു, വ്യത്യാസമില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാ, നിന്റെ വചനത്തിന്റെ മുമ്പാകെ ഒന്ന് സമർപ്പിക്കുവാൻ തയ്യാറാകുമെങ്കിൽ അതിന്റെ ശക്തി ഉണ്ടല്ലോ നിന്റെ രോഗത്തെ അല്ലെങ്കിൽ പാടെ മാറ്റി വിടിവിച്ച് നിന്നെ നടത്തുവാൻ തക്കവണ്ണം കഴിയുമെന്ന്. റകമന ലിഗബലഘടകശ്യ ചുടവന റിഖമനകസ്യ റകാരകൽക്കല. നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാ വചനം എന്ന് പറയുന്നത്. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറപ്പാൻ തക്കവണ്ണം വചനത്തിന്റെ ശക്തിക്ക് കഴിയുക. സമാധാനമില്ലാതെ കിടക്കുന്നിടത്ത് സമാധാനം നൽകുക വചനത്തിന്റെ ശക്തിക്ക് കഴിയുക. നിനക്ക് ജീവനില്ലേ, നിനക്ക് അല്പമേ ജീവനുള്ളൂ എങ്കിലോ നിനക്ക് പുതുജീവൻ നൽകി മുമ്പോട്ട് നയിപ്പാൻ തക്കവണ്ണം, നിന്നെ ചൈതന്യമുള്ളവരാക്കുവാൻ തക്കവണ്ണം വചനത്തിന് കഴിയുമെന്ന്. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക ഈ വചനത്തിന് കഴിയുക. അല്ലെങ്കിൽ നിന്റെ ആത്മീയ മനുഷ്യനെ ഉണർത്തുക ഈ വചനത്തിന് കഴിയുക. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ വചനത്തിന് കഴിയുമെന്ന്. അത് മാത്രമല്ലെന്ന്, സാത്താന്യ ശക്തികളെ ജയിപ്പാൻ തക്കവണ്ണം ഈ വചനത്തിന് കഴിയുക. നിനക്ക് മുമ്പോട്ട് വിടാതെ വേണം ശത്രുവായവർ സാത്താന്യ ശക്തികളായി എഴുന്നേറ്റ് നിൽക്കുമ്പോ അതിനെ തരണം ചെയ്യുവാൻ തക്കവണ്ണം ഈ വചനത്തിന്റെ ശക്തിക്ക് കഴിയുമെന്ന്. പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ നിൽക്കുന്ന വചനം, അല്ലെങ്കിൽ നിന്റെ മുമ്പിൽ കടുപ്പമേറിയ വിഷയം, ഭാരമേറിയ വിഷയം, മുമ്പോട്ട് പോകുവാൻ കഴിയാതിരിക്കുന്ന വിഷയം, അതിന്റെ നടുവിലും ബലത്തോടെ നടത്തുവാൻ ഈ വചനത്തിന് കഴിയുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങൾ സമർപ്പിക്കാം. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് മറുപടി ലഭിക്കുന്നില്ല, ഞാൻ ഭാരത്തോടെ ആയിരിക്കുന്നു, ഞാനൊരു രോഗിയാണ് കർത്താവ്, എന്റെ വീടിനകത്ത് അപ്പൊ സാധാന്യ ശക്തികൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് അതിനെ ജയമെടുക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് ജീവനില്ലാത്തൊരു അനുഭവം, എന്റെ ആത്മീയ മനുഷ്യനെ ഒന്ന് ഉണർത്തണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ നിങ്ങളുടെ അടുക്കലേക്ക് ആ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടു വരികയാ. ആത്മാവിനെ സന്ധി മഞ്ചകളെയ വിടിവിക്കുവരെ തുളച്ചിരുന്ന വചനത്തിന്റെ ശക്തി ദേശത്ത് എവിടെയായിരുന്നാലോ, രാജ്യത്തിന്റെ എവിടെയായിരുന്നാലോ, അവിടെ നിന്റെ അരികിൽ വേണ്ടപ്പെട്ടവർ അടുത്തില്ല എങ്കിലോ ഇറങ്ങി വരുന്ന വചനത്തിന്റെ ശക്തി നീ അഭിമുഖീകരിക്കുന്ന വിഷയത്തിൽ നിന്ന് പകൽക്കാല ദൈവകരങ്ങൾ ഏൽപ്പിക്കാമോ? അസ്തന റീബ റകൽക്കല. അപ്പാ, എന്റെ വിഷയം ഇതാണ്, അതിങ്ങളങ്ങ് പ്രവർത്തിക്കണമെന്ന് ആരേൽപ്പിക്കുമോ? അധികം താമസിക്കാതെ നിന്റെ വിഷയത്തിന്റെ അകത്തളങ്ങളിൽ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഉറപ്പിക്കുകയാണ്.
ഒരു നിമിഷം നമ്മെ തന്നെ കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം ദൈവത്തിനെ പ്രാർത്ഥിക്കുക. നല്ലവനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന പിതാവ്, വചനത്തിന്റെ ശക്തിയാൽ ഈ ദിവസങ്ങൾ ചിലത് നടക്കട്ടെ കർത്താവേ. അസാധ്യമായി കിടക്കുന്നത്, ജീവനില്ലാതെ കിടക്കുന്നത്, ചലിക്കാതെ കിടക്കുന്നത് ഒരിക്കലും നടക്കത്തില്ല, എന്റെ വിഷയങ്ങൾ പരാജയമാണ്, വിജയം ലഭിക്കത്തില്ല എന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ നടുവില് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പിതാവ്, വചനത്തിന്റെ ശക്തിയാൽ ചിലത് നടക്കുമാറാകണം. യെസ്, ചൂടാമാന ഹദ്ദൽക്കല വൈരമനകൾ ഞങ്ങളുടെ തലമുറകളുടെ വിഷയങ്ങള്, ഹല്ലേലൂയ, ഞങ്ങളുടെ ഹല്ലേലൂയ സഭയുടെ വിഷയങ്ങള്, ഞങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളെല്ലാം, ദേശത്തിന്റെ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വൻ കാര്യം ചെയ്യുമാറാകണമെന്ന് ഈ കർത്താവ് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന അഭിഷിക്ത ദൈവദാസിയോത്ത് പ്രാർത്ഥിക്കുന്നു, സഭയോത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, ദൈവം അങ്ങ് മാനിക്കുമാറാകണമേ. ഇതിനകത്ത് മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കുക, കടന്നു വരുന്ന ജനത്തിന് ഒരു വലിയ വിടുതലായി തീരുവാണ്ടൊക്കെ വേണം. പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിയോടുന്ന് പരിശുദ്ധാത്മാവ് സഹായിച്ച് നടത്തി കർത്താവെ വചനം കർത്താവെ ഭക്ഷിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഓരോരുത്തരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പകച്ചു പോകുന്ന നിമിഷത്ത്, ഒറ്റപ്പെടുന്ന നിമിഷത്ത്, വേദനപ്പെടുന്ന നിമിഷത്ത് ഈ വചനത്തിന്റെ ശക്തി ഞങ്ങൾ രുചിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും, അത്ഭുതം ചെയ്യും, യേശുവിൻ നാമത്തിന്റെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നടുവിൽ മാറ്റമില്ലാത്ത ദൈവവചനമായിരിക്കാൻ തക്കവണ്ണം എന്നെ ശക്തീകരിച്ച ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ സിസ്റ്ററോടും ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അകമഴിഞ്ഞ സ്നേഹത്തെയും നന്ദിയെ അറിയിക്കുകയാണ്. വചനത്തിന്റെ ശക്തിയിൽ നാൾക്ക് നാൾ ബലപ്പെട്ട് ജീവിതയാത്ര മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓർക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കാം, സർവ്വകൃപാലുവായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.